ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദേഴ്സ് യൂട്യൂബ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും ദേഴ്സ് യൂട്യൂബ് വേൾഡ് സ്വാഗതം കേട്ടോ. ഇന്നെന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്, നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു സ്ട്രോബെറി ഡിഷാണ്. അതൊരു സ്വീറ്റ് ഡിഷ് എന്ന് പറയാം, പിന്നെന്താ പറയുക, മധുരവും പുളിപ്പും എരിവും എല്ലാം കൂടി ചേർന്നൊരു ഡിഷാണ്. ഒരു ജാപ്പനീസ് ടൈപ്പ് ഡിഷ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ട്രോബെറി ഡിഷാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഈ ഒരു ഡിഷിൻ്റെ സ്പെഷ്യാലിറ്റി എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ കേരള സ്റ്റൈൽ ഡിഷ് എന്ന് പറയുമ്പോൾ അതെല്ലാം ഒരേ നോർമൽ ടൈപ്പ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ തയ്യാറാക്കാൻ പറ്റുന്ന സ്ട്രോബെറി ഡിഷ് എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്ത് വേറെ എവിടെയെങ്കിലും പോയാൽ അവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യണമെന്ന് തോന്നില്ല. അതേമാതിരി വീട്ടിൽ എങ്ങനെ ഒരു ഡിഷ് തയ്യാറാക്കാം, അതാണ് ഞാനിന്ന് ട്രൈ ചെയ്യുന്നത്. ഇതൊരു വെറൈറ്റി ഡിഷാണ് കേട്ടോ. അപ്പോൾ ഞാൻ മെയിനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ കണ്ടല്ലോ, സ്ട്രോബെറി, ബട്ടർ, നല്ല പഴുത്ത സ്ട്രോബെറിയാണ് കേട്ടോ. പിന്നെ ഷുഗർ, ബ്രൗൺ ഷുഗറാണ്. ബ്രൗൺ ഷുഗർ നിന്ന് തെറ്റിദ്ധരിക്കുക, ബ്രൗൺ ഷുഗർ. എന്താ ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് പെപ്പർ ഇതുണ്ട്. ഇനി കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എരിവിനും പുളിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇത്രയും എടുത്തിട്ടുണ്ട്. നമുക്കിനി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ചൊന്ന് ചൂടാവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ, ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട കാര്യമില്ല. ലോ ഫ്ലെയിമിൽ വെച്ചാൽ അപ്പോൾ ബട്ടറാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത്. വലിയ പീസ് ബട്ടറൊന്നുമല്ല കേട്ടോ, ഒരു ചെറിയ പീസ് വരുന്ന ബട്ടറാണ് ഞാൻ ആഡ് ചെയ്തത്. അപ്പോൾ കണ്ടല്ലോ, ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന ഷുഗറാണ്. ഇത് ആഡ് ചെയ്ത് കൊടുത്തു. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കണ്ടല്ലോ, ഞാനിലേക്ക് ബ്രൗൺ ഷുഗർ. പിന്നെ എന്താ ആഡ് ചെയ്യാനുള്ളത്, ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗീ ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് കുറച്ച് വെള്ളമാണ്. കുറച്ച് വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. എന്നാൽ ഞാൻ 3-4 സ്ട്രോബെറി എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഈ ഒരു കണ്ടന്റ് ഞാൻ കുറച്ചത്. കണ്ടല്ലോ, ഞാൻ സ്ട്രോബെറി സ്മാഷ് ചെയ്ത് വെച്ചൊക്കെയാണ്. ഇനി നമുക്ക് ഒരിക്കൽ കൂടി അത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ട്. കണ്ടല്ലോ, ഞാൻ മിക്സിയിലൊന്ന് ചെറുതായിട്ട് അടിച്ചതാണ്. നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ മാതിരി ഇരിക്കും കേട്ടോ, അത് കണ്ട ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. കണ്ടല്ലോ, തിളച്ച് വരുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത്രയും ചേർത്തപ്പോൾ ഒരു നല്ലൊരു മധുരം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പുളിപ്പ് വേണ്ടേ, അതിന് വേണ്ടി നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. ഒത്തിരി വേണ്ട, കുറച്ച് മതി. സോസ് ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയ രീതിയിൽ. ടൊമാറ്റോ സോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ടൊമാറ്റോ മിക്സിയിൽ അടിച്ചെടുത്തതാണ്, അല്ലാതെ വാങ്ങിച്ച സോസ് അല്ല. അതുകൊണ്ടാണ് കളർ ഡാർക്കായിട്ട് തോന്നാത്തത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതിൽ കുറച്ച് എരിവ് വേണ്ടേ. ഇപ്പോൾ പുളിപ്പായി, മധുരമായി. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് എരിവാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എന്താ ചേർക്കാനുള്ളത്, കുരുമുളക് പൊടി ചേർക്കാം. ഇത്രയേ ചേർക്കുന്നുള്ളൂ, ഒത്തിരി വേണ്ട. കുറച്ച് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഒരു 2 പിഞ്ച് വരുന്ന പെപ്പർ പൗഡർ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. കണ്ടല്ലോ, കളർ ചേഞ്ചൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്, ഒരു കളർഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഏകദേശം നല്ല പുളിപ്പും മധുരവും എരിവെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ള എന്താണെന്നല്ല ആലോചിക്കാൻ ഞാൻ പറയാം. ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി. ഏതൊരു ഫുഡിനും നമ്മൾ ആഡ് ചെയ്യുന്ന സാധനമാണ് മഞ്ഞൾപ്പൊടി. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലും കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, ഒത്തിരി ഇല്ല, കുറച്ച് മതി. ഉണ്ടല്ലോ, ഏകദേശം റെഡിയായി വരുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെ നല്ല എരിവ് ആവശ്യമാണെങ്കിൽ കുറച്ച് ചില്ലിയോ ഗാർലിക്കോ ഒന്ന് ആഡ് ചെയ്യാം, അതിനും പ്രശ്നമില്ല. പക്ഷേ എനിക്കത് ആവശ്യമില്ലാത്തതെന്ന് ഞാൻ, പക്ഷേ ഇതാണ് എപ്പോഴും ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അത് ആഡ് ചെയ്യാനേക്കാട്ടും ഈ ഒരു റെസിപ്പിയാണ് എപ്പോഴും ടേസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, റൈസിൻ്റെ കൂടെയും ഐസ്ക്രീമിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു റെസിപ്പി എപ്പോഴും യമ്മിയാണ്. ഏകദേശം എന്ത് വരുന്നുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം ഒത്തിരി കുഴക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു 3-4 സ്ട്രോബെറി എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഈ കണ്ടൻറ്റ് കുറവ്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അതനുസരിച്ച് കണ്ടൻറ്റ് കൂട്ടിയെടുക്കുക. അല്ല, അതിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടുതൽ വേണം. ഇപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇന്നത്തെ ജാപ്പനീസ് ഡിഷ് ഉണ്ടല്ലോ, ഇന്നത്തെ അപ്പോൾ സ്ട്രോബെറി ഡിഷ് ഉണ്ടല്ലോ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ചൂടോടുകൂടി ഞാനൊരു ബൗളിലേക്ക് മാറ്റി. തണുക്കട്ടെ, കുറച്ചൊന്ന് തണുക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ചൂടോടെ എടുക്കാം. ഞാനിപ്പോൾ റൈസിൻ്റെ കൂടെ അല്ല എടുക്കുന്നത്, ഐസ്ക്രീമിൻ്റെ കൂടെയാണ്. ഐസ്ക്രീമിൻ്റെ കൂടെ ആയതുകൊണ്ട് ഇത്രയും ചൂട് ആവശ്യമില്ല. അപ്പോൾ കുറച്ചൊന്ന് തണുക്കട്ടെ. അപ്പോൾ നല്ല ചൂടോടെ ഇരിക്കുകയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റില്ലേ, ഒത്തിരി ബുദ്ധിമുട്ടില്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷല്ലേ ഇത്. വീട്ടിൽ സ്ട്രോബെറി ആവശ്യമാണ്, ഇല്ലെങ്കിൽ തന്നെ ഇത് ടൊമാറ്റോയിൽ വേണമെങ്കിൽ ഇത് തയ്യാറാക്കാം, അതും ബുദ്ധിമുട്ടില്ല. ടൊമാറ്റോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും തയ്യാറാക്കാം. അപ്പോൾ ടൊമാറ്റോ സോസ് മാറ്റിയതിന് ശേഷം നിങ്ങളതിൽ ചില്ലി സോസ് ആഡ് ചെയ്താൽ മതി, അതും ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ എപ്പോഴും സ്വീറ്റാണ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിപ്പോൾ അത് സ്ട്രോബെറി ആക്കിയത്. അല്ലെങ്കിൽ ജാപ്പനീസ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അത് സ്ട്രോബെറി റെസിപ്പിയാണ്. ഏകദേശം ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഐസ്ക്രീം എടുക്കാം.
നമ്മുടെ ഫേവറേറ്റ് ഐസ്ക്രീം. എന്താ ഐസ്ക്രീം എന്ന് ചോദിച്ചാൽ കണ്ടല്ലോ, എന്താണ്? ചിക്കു ഐസ്ക്രീം. എനിക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ചിക്കു ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചിക്കു ഐസ്ക്രീമാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. നമുക്കതൊരു ചെറിയ ബൗളിൽ കുറച്ച് ഐസ്ക്രീം എടുക്കാം. ഇത്രയും ഐസ്ക്രീം നമുക്ക് ഒറ്റയടിക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയ ബൗളിൽ കുറച്ച് ഐസ്ക്രീം ഫസ്റ്റ് എടുക്കാം. ഒത്തിരി ആവശ്യമില്ല, കുറച്ച്. അതിലൊരു ടേസ്റ്റ് വേണ്ടിയിട്ട് കുറച്ച് എടുക്കുന്നുണ്ട്. ഞാൻ ഐസ്ക്രീം എടുത്തു. ഇനി എന്താ ചെയ്യുന്നതെന്ന് ആലോചിക്കുന്നത് വേറൊന്നുമല്ല, നമ്മൾ തയ്യാറാക്കി വെച്ച റെസിപ്പി ഇല്ലേ, അത് നമുക്ക് ഐസ്ക്രീം ഇട്ട് കുറച്ച് ആഡ് ചെയ്യാം. കണ്ടോ, ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ, ഞാനിപ്പോൾ കുറച്ച് ഐസ്ക്രീം എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്തു. നിങ്ങൾക്ക് ഒത്തിരി വേണമെങ്കിൽ നമുക്ക് അതനുസരിച്ച് എടുക്കാം. അപ്പോൾ ഇത്രയും ഞാൻ ആഡ് ചെയ്തു. ഈ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ആഡ് ചെയ്ത് മാത്രം നിങ്ങൾക്ക് കാണിച്ചാൽ മതിയോ? ടേസ്റ്റും കൂടെ അറിയണ്ടേ? കണ്ടോ, ഇന്നത്തെ റെസിപ്പി എങ്ങനെയുണ്ടെന്നത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ എൻ്റെ സ്ട്രോബെറി റെസിപ്പി. ഐസ്ക്രീം കൂടെ ചേർന്ന് വരുന്നുണ്ട്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. കണ്ടല്ലോ, ഇത് രണ്ടും കൂടെ ടേസ്റ്റ് മിക്സ് ചെയ്തൊന്ന് കഴിക്കുക, അതാണ് എപ്പോഴും ടേസ്റ്റ് കൂടുതൽ. കണ്ടല്ലേ, യമ്മി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വിചാരിക്കും എല്ലാത്തിനും യമ്മി ടേസ്റ്റാണ്. ഒറിജിനലാണ് പറയുന്നത്, നല്ല ടേസ്റ്റാണ്. ഐസ്ക്രീമും സ്ട്രോബെറി ഈ ഒരു റെസിപ്പി ഈ ഒരു മെത്തേഡിലാണ് തയ്യാറാക്കിയതുകൊണ്ട് ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല, നല്ലൊരു ടേസ്റ്റാണ്. പുറത്തോട്ട് പോയാൽ അവർ ഈ രീതിയിലൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത്. നമ്മുടെ ഇവിടെ മാത്രമാണ് ഡെയിലി ചമ്മന്തി, സാമ്പാർ, ആ ഒരു റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത്. നിങ്ങളിത് റൈസിൻ്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ചോറിൻ്റെ കൂടെയും നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. വേറെ ഒരു കറി നിങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് നോക്കി, ഇതുണ്ട്, ഞാൻ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടല്ലോ, ഇത് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. അതേ നോക്കി, സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാം. ഈസിയായിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. വേറെ ഒരു എന്താ പറയുക, ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്താ റിസൾട്ടാണെന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു. ഓക്കെ, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ബൈ.